Hello friends, myself Hisana from the Department of Mathematics and Physics of Amal College of Advanced Studies. So our chapter is Newton's law of motion. So let's move on basic definitions. In this we are going to learn some basic terminology used to learn mechanics. So first one is kinematics. Kinematics is the study of motion without considering the cause of motion. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരം മോഷനെ കുറിച്ചുള്ള പഠനമാണ്. ഇവിടെ മോഷന് കാരണമായ ഫോഴ്സിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക് ഈസ് ദ സ്റ്റഡി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദി ആക്ഷൻ ഓഫ് സെവറൽ ഫോഴ്സസ്. ഇക്വിലിബ്രിയത്തിലുള്ള ഒബ്ജക്റ്റിൻ്റെ മേലുണ്ടാവുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ, നെയിംലി ദി ഫോഴ്സ്. Next one is statics. Statics is the study of object in equilibrium under the action of several forces. ഇക്വിലിബ്രിയത്തിലുള്ള ഒബ്ജക്റ്റിന് മേലുണ്ടാകുന്ന മോഷനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡൈനാമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ, നെയിംലി ദി ഫോഴ്സ്. ഒരു ഫോഴ്സ് കാരണം മൂവ് ചെയ്യുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന മോഷനെ കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് മെക്കാനിക്സ്. Mechanics is the study of motion under the action of forces. It includes both statics and dynamics. ഒരു ഫോഴ്സ് കാരണം മൂവ് ചെയ്യുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന മോഷനെ കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഇൻക്ലൂഡഡ് ആണ്. Then particle. A particle is a piece of matter having some definite position and mass but with negligible physical size. ഒരു ഡെഫിനിറ്റ് പൊസിഷനും മാസും അതുപോലെ വളരെ നെഗ്ലിജിബിൾ ആയിട്ട് സൈസ് ആയിട്ടുള്ള മാറ്ററിനെ പറയുന്ന പേരാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾ നമ്മൾ ദൂരം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ സൈസ് നമ്മൾ നെഗ്ലിക്റ്റ് ചെയ്ത് കളയും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി. എ പാർട്ടിക്കിൾ ഈസ് എ പീസ് ഓഫ് മാറ്റർ ഹാവിങ് സം ഡെഫിനിറ്റ് പൊസിഷൻ ആൻഡ് മാസ് ബട്ട് വിത്ത് നെഗ്ലിജിബിൾ ഫിസിക്കൽ സൈസ്. ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് പൊസിഷനും മാസും അതുപോലെ നെഗ്ലിജിബിൾ സൈസും ഉള്ളൊരു മാറ്ററിനെ പറയുന്ന പേരാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സൈസ് ഈസ് നെഗ്ലക്റ്റഡ് ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ ഫിസിക്കൽ സൈസ്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ സണ്ണിനെ ഒരു പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആറ്റംസ്, മോളിക്യൂൾസ് ഇതുപോലെയുള്ളതെല്ലാം നമ്മൾ പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. Then particle. A particle is a piece of matter having some definite position and mass but with negligible physical size. ഒരു ഡെഫിനിറ്റ് പൊസിഷൻ അതുപോലെ തന്നെ മാസും നെഗ്ലിജിബിൾ സൈസുമായിട്ടുള്ള മാറ്ററിനെ പറയുന്ന പേരാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സൈസ് ഈസ് neglected if the distance traveled is very large compared to the physical size. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ സണ്ണിനെ ഒരു പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. When the physical size is not neglected, we use the term object or body. And the next one is event. An event is anything that occurs instantaneously or suddenly. It has been specified by position and time. And the next one is observer. A person or equipment which can locate, record, measure and interrupt an event is called observer. And the next one is rest and motion. A body is in the state of rest if it does not change its position with respect to object in the surrounding. ഒരു ബോഡി റെസ്റ്റിലാണ് നമ്മൾ പറയുന്നത്. ഒരു ബോഡി അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് പൊസിഷനിൽ മാറ്റമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെസ്റ്റ് എന്ന് പറയും. ആൻഡ് എ ബോഡി ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ് ഇൻ ദ സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സുമായിട്ട് ആ പൊസിഷനിൽ മാറ്റമുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയും. In the universe we can't locate a place or point which is at absolute rest. The earth, sun, stars, galaxies etc. found to be moving. നമ്മുടെ യൂണിവേഴ്സിൽ ഒന്നും തന്നെ ആബ്സലൂട്ട് റെസ്റ്റിലായെന്ന് പറയാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൺ, എർത്ത്, ഗാലക്സി ഇതെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. So there is no absolute rest. For practice
In the universe, we can't locate a place or point which is at absolute rest. The Earth, Sun, stars, and galaxies, etc., are found to be moving. നമ്മുടെ യൂണിവേഴ്സിൽ ഒന്നും തന്നെ അബ്സൊല്യൂട്ട് റെസ്റ്റിലല്ല. Earth, Sun, galaxies, everything is moving. In the universe, there is no absolute rest. അതുകൊണ്ട് തന്നെ absolute rest എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സണ്ണ്, എർത്ത് ഇതെല്ലാം നമ്മൾ സ്റ്റേഷനറി ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. The motion described relative to a point at absolute rest is called absolute motion, but there is no absolute rest point and there is no absolute motion. In the universe, there is no absolute rest and absolute motion, but only relative rest and relative motion. ഫോർ എക്സാമ്പിൾ, ഒരു മരം കൺസിഡർ ചെയ്യാം. എർത്തിനെ സംബന്ധിച്ചിടത്തോളം മരം എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കും. പക്ഷേ നമ്മളിത് സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ മരം എന്ന് പറയുന്നത് മൂവിങ്ങിലായിരിക്കും, കാരണം ഭൂമിയുടെ റൊട്ടേഷൻ കാരണം. അതുപോലെ തന്നെ ഒരു ട്രെയിനിലെ പാസഞ്ചറിന് അയാളൊപ്പമുള്ള പാസഞ്ചേഴ്സ് എല്ലാം റെസ്റ്റിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പുറത്തുണ്ടാവുന്ന മരങ്ങൾ, ബിൽഡിങ്സ് ഇതെല്ലാം മൂവ് പോലെ ഫീൽ ചെയ്യും. സോ ദർ ഈസ് നോ absolute rest and absolute motion. So the next topic is frame of reference. It is defined as the system of coordinate axes in 2 or 3 dimensions which can define the position of a particle or an event. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മോഷനോ അതുപോലെ തന്നെ റെസ്റ്റും കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരു XYZ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യാം. അതിൽ P എന്ന പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഈ P എന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് എങ്ങനെ എഴുതാം? വെക്റ്റർ R ഈസ് ഈക്വൽ ടു XI ക്യാപ് പ്ലസ് YJ ക്യാപ് പ്ലസ് ZK ക്യാപ് എന്നെഴുതാം. അതുപോലെ തന്നെ ഇതിൻ്റെ വെലോസിറ്റി നമുക്ക് dr/dt ഈസ് ഈക്വൽ ടു dx/dt I ക്യാപ് പ്ലസ് dy/dt J ക്യാപ് പ്ലസ് dz/dt K ക്യാപ് എന്ന രൂപത്തിൽ എഴുതാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് അതുപോലെ തന്നെ കാണാവുന്നതാണ്. Motion of a particle appears different in different frames. Usually the observer chooses the frame of reference such that the motion seems to be the symbol. നമ്മളെപ്പോഴും സിമ്പിളായിട്ട് വേണം നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് കോംപ്ലിക്കേറ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ, ഒരാൾ ട്രെയിനിൽ പോകുമ്പോൾ ഒരു കല്ല് താഴേക്ക് ഇടാന്നുണ്ടെങ്കിൽ, ഡ്രോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ ട്രെയിന് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ പാത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതെല്ലാം നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എർത്ത് ആണെങ്കിൽ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് പാരാബോള ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ, നമ്മളൊരു സൈക്കിളിൻ്റെ വീലിന് ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ എർത്തിൽ നിന്ന് ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഒരു സൈക്ലോയിഡൽ പാത്തായിരിക്കും. നമ്മൾ വീലിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് സർക്കുലർ പാത്തായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Hope you guys understand it. Thank you.